നമുക്ക് ആ ദുരന്ത മുഖത്തു നിന്ന് എത്തിയത് മുണ്ടക്കൈയിൽ മണ്ണിനടിയിൽ ഒരു ജീവന്റെ തുടിപ്പുണ്ട് എന്ന് സൂചന നൽകുന്ന റഡാർ സിഗ്നൽ നമുക്ക് ലഭിച്ചു. ആ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് കുഴിച്ചുള്ള പരിശോധന അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. NDRF സംഘം സ്ഥലം കുഴിച്ച് പരിശോധന തുടരുകയാണ്. റഡാർ പരിശോധനയിലാണ് ഈ സിഗ്നൽ ലഭിച്ചത്. അവിടെ നിന്ന് MS അനീഷ് കുമാർ അല്പസമയം മുമ്പ് നമ്മളോടൊപ്പം ചേരുകയും അവിടേക്കുള്ള യാത്രയിലായിരുന്നു അനീഷ് ഉണ്ടായിരുന്നത്. എത്രയും വേഗം തന്നെ അനീഷ് അവിടേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. എന്തായാലും അനീഷിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇപ്പോൾ നമുക്ക് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ നിന്നും ഷബീർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷബീർ, ഏറ്റവും അസ്വസ്ഥതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് സഹിക്കാൻ കഴിയാത്ത കാഴ്ചകൾ നൽകുന്ന ഒരു സ്ഥലം കൂടിയാകും ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ എന്നുള്ളത് നമുക്കറിയാം. അവിടെയുള്ള ആളുകൾ ഇപ്പോൾ എന്ത് ചെയ്യണം, അവരുടെ മുന്നോട്ടുള്ള ജീവിതം അതെങ്ങനെയാകും എന്നുള്ളത് ഓർത്ത് വ്യാകുലതപ്പെടുന്നു. അവർക്കൊപ്പമുള്ളവരെ, അവർ ഇത്രയും നാളും കണ്ടിരുന്ന ഉറ്റവരെ, അയൽക്കാരെ, സഹോദരങ്ങളെ ഒന്നും കാണാതെ വിഷമിക്കുന്ന ഒരനേകം ആളുകളാണ് അവിടെ കൂടിയിരിക്കുന്നത്. അതോടൊപ്പം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും സജീവമായ രീതിയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ? രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഈ ക്യാമ്പിലുള്ള ആളുകൾക്ക് പരമാവധി അവർക്ക് നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അവർക്ക് സന്തോഷം പകരാനും ഒപ്പം തന്നെ അവരോടൊപ്പം ചേരാനും അവരുടെ ആ മനസ്സിലുള്ള അവരുടെ ആകുലതകളൊക്കെ അകറ്റാൻ കൂടി ഇപ്പോൾ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ക്യാമ്പുകളിൽ നടക്കുന്നു. ക്യാമ്പുകളെ പലപ്പോഴും നമ്മൾ ആ തരത്തിൽ ഇതിനെ പറയുമ്പോൾ ഒരു ക്യാമ്പുകളിൽ ഉള്ള ഒരു പ്രതീതി അല്ല നിലവിൽ ഇപ്പോൾ അവർക്കുള്ളത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം കുറച്ചുകൂടെ അവരൊക്കെ അതിന്റെ ആ ഒരു ഷോക്കിൽ നിന്നും മെല്ലെ മെല്ലെ മുക്തരാവുമ്പോൾ എല്ലാവരും ചേർന്നുകൊണ്ട് അവർക്ക് സപ്പോർട്ട് നൽകുന്നത് അതൊരു വലിയ കാര്യമായി തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ എടുത്തു പറയാൻ വേണ്ടി സാധിക്കും. നമ്മളോട് നേരത്തെയൊക്കെ അവർ നേരിട്ട ആ ദുരന്തത്തിന്റെ കഥകൾ പറയാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതല്ലെങ്കിൽ അത് പറയുമ്പോൾ പലരും വിങ്ങുപൊട്ടുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ബോധ്യമായി. നഷ്ടമായതെല്ലാം നഷ്ടമായി. ഇനി വരാനുള്ള ഒരു ജീവിതത്തെ ഏതു തരത്തിൽ നേരിടണം എന്നൊക്കെയുള്ള ഒരു രീതിയിലേക്ക് അവർ കാര്യങ്ങളെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഷബീർ ആണ് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന്, മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് നമുക്കൊപ്പം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഷബീർ, തുടർന്നോളൂ. കാര്യം ഇപ്പോൾ നമ്മോടൊപ്പം മുണ്ടക്കയിൽ നിന്നും ചൂരിമല, പേരെങ്ങനെയായിരുന്നു? റസീന. ചൂരിമലയിൽ നിന്നും ഈ ദുരിതത്തിന്റെ ആ ഒരു വലിയ മലവെള്ളപ്പാച്ചിലിൽ അല്ലെങ്കിൽ ആ ഉരുൾപൊട്ടലിൽ രക്ഷപ്പെടുക മാത്രമല്ല, ഇവർ 4 അംഗ കുടുംബമാണ് റസീനത്തയുടെ. അതിൽ 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികളെയും അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ഒപ്പം പോകുന്ന പോക്കിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്നും വെള്ളത്തിൽ കുടുങ്ങിപ്പോയ, ഒഴുകി വരികയായിരുന്ന 2 കുട്ടികളെ കൂടി രക്ഷപ്പെടുത്തിയ റസീനത്തെ നമുക്ക് അഭിനന്ദിക്കേണ്ടി വരും. കാരണം എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഈ ഒരു ദുരന്തം നേരിട്ടവർക്ക് മാത്രമേ അതിന്റെ ഭയാനകത കൃത്യമായിട്ട് മനസ്സിലാകൂ. അപ്പോഴാണ് സ്വന്തം കുട്ടികളെയും ഒപ്പം ഭർത്താവിനെയും മറ്റ് 2 കുട്ടികളെയും കൂടെ ചേർത്തുകൊണ്ട് റസീനത്ത ആ ഒരു ദുരിതത്തെ നേരിട്ട് നമുക്ക് റസീനത്തയിലൂടെ തന്നെ അതിന്റെ ആ ഒരു വാക്കുകൾ കേൾക്കാം. റസീനത്ത പറഞ്ഞോളൂ. കാരണം അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം മറ്റ് 2 പേരെ കൂടെ 2 കുട്ടികളെ കൂടി രക്ഷിച്ചത്. അതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും അതൊരു വലിയ പ്രചോദനം തന്നെയാണ്. എങ്ങനെയാണ് ആ ഒരു സമയത്തെ നേരിട്ടത്? ഞങ്ങള് 1:45 അപ്പോ ഹസ്ബൻഡ് പറഞ്ഞു എന്തോ ഒച്ച കേൾക്കണെന്ന്. ഇപ്പൊ ഞങ്ങൾ നെറ്റി ഉണർന്ന് അപ്പോ നോക്കിയപ്പോ വെള്ളം നല്ല പാച്ചല്, വീടിന്റെ സൈഡ് മൊത്തം വെള്ളത്തിലാണ്. അപ്പോൾ എന്റെ കുട്ടികളെ വിളിച്ചപ്പോഴത്ത് അകത്തേക്ക് വെള്ളം ആഞ്ഞടിച്ച് വന്ന് ചെളിയും വെള്ളം കൂടെ അങ്ങനെ ഞങ്ങൾ കുടുങ്ങിപ്പോയി.
അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കട്ടിലിന്റെ മേലെ കയറി നിന്നപ്പോഴത്തേനും സൈഡിൽ നിന്ന് അൽമറ വന്നിട്ട് മേത്തേക്ക് വീണു. ഞങ്ങൾ ജാമായി. ഞങ്ങൾ ഫോണിൽ എല്ലാവരെയും വിളിച്ചു നോക്കി. ആരും ഫോണെടുക്കുന്നില്ല. അപ്പോൾ പിന്നെ ഭർത്താവ് ഞാൻ വിചാരിച്ചു പുറലോകം ഇനി കാണൂല എന്ന് വിചാരിച്ചു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു നമ്മൾ 4 ആളുണ്ടല്ലോ, മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഭർത്താവ് ലാസ്റ്റ് നമുക്ക് പോവുകയാണെങ്കിൽ പോട്ടെ, രക്ഷപ്പെടുകയാണ് പെടട്ടെ വള്ളത്തിലൂടെ ഞങ്ങൾ അങ്ങനെ അത് കയറി നീന്തി കറക്കിയിട്ട് അങ്ങനെ വരുമ്പോഴാണ് വഴിയിലൂടെ 2 കുട്ടികൾ ഒലിച്ചു വന്നിട്ട് ചളിയിൽ പൂണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പുറത്തുനിന്നൊക്കെ കരയുന്നുണ്ട്, രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ 2 കുട്ടികളെ ഞങ്ങൾ രക്ഷിച്ചിട്ട് കരക്ക് അങ്ങനെ റോട്ടിലേക്ക് എത്തി. അങ്ങനെ പിന്നെ നിങ്ങൾ ഈ റോഡിന്റെ ഇപ്പുറം വശത്തേക്കാണ് കടന്നത്. കാരണം നിങ്ങളുടെ വീട് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ശിവക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ആ സൈഡിലാണ് ഉള്ളത്. ഞങ്ങൾ എന്നിട്ട് നമ്മളെ പള്ളിയൊക്കെ അല്ലേ ആ ഭാഗത്തേക്കാണ് വന്ന് കയറിയത്. അവിടെ കുറെ ആൾക്കാരുണ്ടായി. അവര് ഈ കുട്ടികളെ ഞങ്ങളെ അടുത്തുനിന്ന് വാങ്ങി പോയി. പിന്നെ ഞങ്ങള് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ അതിന്റെ വലിയൊരു സന്തോഷമുണ്ട് മുഖത്ത്. നല്ലൊരു സന്തോഷമാണ്. ഒപ്പം ആ 2 കുട്ടികളെ കൂടെ ചേർക്കാനായത് അത് അതിലേറെ വലിയ സന്തോഷമാണ്. ആ 2 കുട്ടികളെയും കൂടെ രക്ഷിച്ചത് ഭയങ്കര സന്തോഷം. രേണുക, ഇങ്ങനെയൊക്കെയാണ് ഈ ക്യാമ്പിലെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. കാരണം എല്ലാം നഷ്ടപ്പെട്ടവരാണ്. തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം ആ ഒരു പുഴ കവർന്നെടുത്തു. എങ്കിൽ പോലും ആ രക്ഷപ്പെട്ടവർക്കുള്ള സന്തോഷം അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിയവർക്കുള്ള സന്തോഷം വളരെ വലുതാണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെയൊക്കെ ആ വിഷ്വലൊക്കെ കണ്ടതാണ്. ആ ശിവക്ഷേത്രം നിന്ന സ്ഥലം, ആ അമ്പലം പൂർണ്ണമായിട്ടില്ലാതായി. ആ സ്കൂളിനോട് ചേർന്ന് ഇവരുടെ വീടൊക്കെ നിൽക്കുന്ന ആ ഭാഗത്ത് ഇപ്പോൾ ഒന്നും അവശേഷിക്കുന്നില്ല. ആ ഒരു മനോധൈര്യം കൊണ്ട് കുട്ടികളെയും എടുത്ത് മുന്നോട്ട് വെള്ളത്തിലൂടെ നീങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടത്. ഇനി നമുക്ക് ഇവർക്ക് വേണ്ടി നൽകാനുള്ളത് ഇവരുടെ പുനരധിവാസത്തിൽ എങ്ങനെ നമുക്ക് എല്ലാവർക്കും പങ്കാളികളാവുമോ അങ്ങനെ പങ്കാളികളായി ഇവരെ തിരിച്ച് നേരത്തെ എങ്ങനെയാണോ ഇവരൊക്കെ ജീവിച്ചത് അതുപോലെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഷബീർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ കുറച്ചെങ്കിലും ഈ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ വലിയ ആശ്വാസം നൽകുന്നതാണ്. ഇന്നിപ്പോൾ അവർ അനുഭവിച്ച ഭീകരത, അവർ കണ്ട കാഴ്ചകൾ, അവർ അപ്പോൾ നേരിട്ട കാര്യങ്ങൾ എല്ലാം വിവരിക്കാനും ഓർത്തെടുക്കാനും തക്ക വിധത്തിൽ അവർ കുറച്ചെങ്കിലും പ്രാപ്തരായിട്ടുണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. എന്തായാലും അവർ അനുഭവിച്ച ഭീകരത അത് നമുക്കൊന്നും ഉൾക്കൊള്ളാനോ ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്തത്ര വിധത്തിലുള്ളതാണ്. ആ ദുരന്തമുഖത്ത് നിന്ന് തിരികെ എത്തിയ ഈ മനുഷ്യർക്ക് വേണ്ട വിധത്തിലുള്ള കൗൺസിലിംഗ് അടക്കം നൽകുന്നുണ്ട്. അവരെ ആ ഭീകരതയിൽ നിന്ന്, ആ ട്രോമയിൽ നിന്നൊക്കെ എങ്ങനെ മുക്തമാക്കണം എന്നുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ കൗൺസിലിംഗ് ഒക്കെ നൽകുന്നുണ്ട്. എന്തായാലും അവരൊക്കെ ഇത്രത്തോളമെങ്കിലും അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യം, ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഷബീർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി നമുക്ക് ഇവർക്കൊപ്പമാണ് നിൽക്കേണ്ടത്. ഇവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ ഇവർക്ക് കൈത്താങ്ങായി വേണം നിൽക്കാൻ. അതിനുവേണ്ടി നമ്മൾ ഓരോ മലയാളികളും ഓരോ ജനങ്ങളും ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇവരെ സഹായിക്കാൻ കഴിയുമോ അത് ഇവർക്ക് വേണ്ട ആവശ്യ വസ്തുക്കൾ എത്തിച്ചു നൽകിയാണെങ്കിലും അല്ലെങ്കിൽ പണമായി സംഭാവന നൽകിയാണെങ്കിലും ഒക്കെ ഏതൊക്കെ വിധത്തിൽ നമുക്ക് ഇവരെ സഹായിക്കാൻ കഴിയുമോ, ഇവർക്കൊപ്പം നിൽക്കാൻ കഴിയുമോ അത് നൽകേണ്ട അല്ലെങ്കിൽ അത്തരത്തിൽ ഇവർക്കൊപ്പം കൂടെ നിൽക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് എന്നുള്ളത് കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും എല്ലാ മലയാളികളും ഈ ഘട്ടത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് എന്നുള്ളത് അറിയാം. ഇത്തരത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചിട്ടേ ഉള്ളൂ. അത്തരത്തിൽ നമ്മൾ മാതൃക തീർത്തിട്ടുള്ളതാണ്. ഈ ഘട്ടത്തിലും വയനാടിനായി നമ്മൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതറിയാം. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരിക്കൽ കൂടി ആവർത്തിച്ചു ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. നമുക്ക് ഇവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു നൽകാൻ കഴിയുമോ അതൊക്കെ ഈ ഘട്ടത്തിൽ ചെയ്ത് നൽകേണ്ടതുണ്ട്. അതിൽ ഏറ്റവും സുതാര്യമായ വഴി, ഏറ്റവും എളുപ്പമായ വഴി നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണമായി തന്നെ സംഭാവന നൽകാം എന്നുള്ളത് കൂടിയാണ്. അതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഷബീർ തുടരുന്നുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന്. യെസ്, ഞാൻ ഷബീറിലേക്ക് അല്പസമയത്തിനകം തിരികെ എത്താം. എന്തായാലും നേരത്തെ